നമസ്കാരം. ശാസ്ത്രം എല്ലാ മേഖലയിലും പുരോഗമിക്കുമ്പോൾ ആരോഗ്യ മേഖലയിലും അതിൻ്റേതായ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കൃത്രിമമായി മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്ന നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മാനവരാശിക്ക് ഏറെ ഗുണകരമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, കൃത്രിമമായി ഗർഭപാത്രം തയ്യാറാക്കുന്ന തിരക്കിലാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാർ. എന്നാൽ ഇതിനോട് പുതിയ തലമുറ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ജെൻ ഇസഡ് അല്ലെങ്കിൽ ജനറേഷൻ ഇസഡ് എന്നറിയപ്പെടുന്ന 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാർക്കിടയിലാണ് ഒരു സംഘടന ഈ ഒരു സർവേ നടത്തിയത്. തിയോസ് എന്ന ആത്മീയ ബൗദ്ധിക സംഘടനയാണ് ഇത് സംബന്ധിച്ച് സർവേ നടത്തിയത്. എന്നാൽ ഈ സർവേയിൽ വെളിപ്പെട്ട കാര്യം, ഇതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ഈ ഒരു സംവിധാനത്തെ എതിർക്കുകയാണ് എന്നുള്ളതാണ്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ തന്നെ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ സ്ത്രീകളും ശാരീരികവും മാനസികവുമായ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ ഗർഭകാലം. ഇത് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും അവർ അതിനെ പൂർണ്ണമായി അനുകൂലിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞും അമ്മയും തമ്മിലുള്ള ആ ഒരു വൈകാരികമായ ബന്ധമുണ്ടാകണമെങ്കിൽ ഗർഭപാത്രത്തിൽ തന്നെ വളർന്ന് അത് പ്രസവിച്ച് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധത്തിലേക്ക് അത് മാറും എന്നാണ് ഇവരൊക്കെ തന്നെ കരുതുന്നത്. അതല്ലാതെ കൃത്രിമമായി ഇത്തരത്തിലുള്ള ഒരു ഗർഭപാത്രം നിർമ്മിച്ച് അതിലൊരു കുഞ്ഞിനെ അതിൻ്റെ ബീജാഭാവം മുതൽ പ്രസവാവസ്ഥ വരെ വളർത്തി എടുത്താൽ അത്തരത്തിലുള്ള ഒരു ബന്ധം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പറയുന്നത്. അമ്മയുടെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് പ്ലാസൻ്റ വഴിയാണ് അതിനാവശ്യമായ ഓക്സിജനും പോഷകങ്ങളുമൊക്കെ ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ശരീരത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള ഒരു കൃത്രിമ പ്ലാസൻ്റ ഉണ്ടാക്കി കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് ശരിയായൊരു രീതിയല്ല എന്നാണ് ഈ സർവേയിൽ പങ്കെടുത്ത പലരും ചൂണ്ടിക്കാട്ടുന്നത്. 2023 ഇത്തരത്തിലുള്ള കൃത്രിമ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ തന്നെ പുറത്തു വന്നിരുന്നു. ദി പോഡ് ജനറേഷൻ എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. ഈ സിനിമ വലിയൊരു വിജയമായിരുന്നുവെങ്കിലും ഈ സിനിമയുടെ ആശയത്തെ എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഈ സർവേയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2292 പേരിൽ നിന്നാണ് ഈ സംഘാടകർ അഭിപ്രായ സർവേ നടത്തി അവരുടെ നിലപാടുകൾ സ്വീകരിച്ചത്. ഇവരിൽ സർവേയിൽ പങ്കെടുത്ത പലരും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇത്തരത്തിലുള്ള കൃത്രിമ ഗർഭപാത്രം നിർമ്മിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അത് മാസം തികയാതെ പ്രസവിക്കുന്ന പ്രിമച്ചർ ബേബീസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ അവരുടെ സംരക്ഷണത്തിനായി വളരെ ഫലപ്രദമായി ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നാണ്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. ഇപ്പോഴും മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വളരെ ബുദ്ധിമുട്ടിയാണ് അവരെ വളർച്ച പൂർത്തിയാകാൻ വേണ്ടി വീട്ടുകാരും ആശുപത്രി അധികൃതർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു സംവിധാനമുണ്ടെങ്കിൽ ഇത് കൂടുതൽ എളുപ്പമാകുമെന്നാണ് ഈ സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത്. 1970-കളിൽ തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്രിമ ഗർഭപാത്രം നിർമ്മിക്കാൻ നടത്തുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കുകയായിരുന്നു. അവർ പറയുന്നത് ഇത് സ്ത്രീയെ വംശത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് എന്നാണ്. സ്ത്രീയുടെ അസ്തിത്വത്തെ, അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ പോകുന്നത് എന്നായിരുന്നു അന്ന് ഫെമിനിസ്റ്റ് സംഘടനകളൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഈ സർവേ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ലോകത്തെ ഭൂരിപക്ഷം പേരും സാധാരണ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ച് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതല്ലാതെ കൃത്രിമ രീതികളിലൂടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള ഈ ശ്രമം അത്ര നല്ലതല്ല. എന്നാൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാസം ചെയ്യാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ പോലുള്ളവരെ വളർത്തിയെടുക്കാൻ ഇത് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇതൊരു ജീവിത രീതിയായി, ഇതൊരു ശാരീരികമായ രീതിയായി മാറ്റിയെടുക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടത്.